ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഭയങ്കര എങ്ങും അതുപോലെ തന്നെ ഭയങ്കര ബേബി സോഫ്റ്റുമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിന് മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിൽ മെയിനായിട്ട് ചിയ സീഡിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ചിയ സീഡ്സിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ള കാരണം നമ്മുടെ സ്കിൻ എപ്പോഴും മോയ്സ്ചറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഈ പാക്ക് ഉണ്ടാക്കുക നോക്കാം. നമുക്ക് യൂസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ചിയ സീഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് വയ്ക്കാം. എന്നിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർക്കാൻ വെക്കുക കേട്ടോ. 2 മണിക്കൂർ വെക്കുമ്പോഴാണ് ഇത് നന്നായി അത് വീർത്ത് വരുള്ളൂ. ഇനി അത്ര നേരം വെക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം നിങ്ങൾ എന്തായാലും. അത് എന്നിട്ട് നമുക്കൊരു പേസ്റ്റ് ആക്കി എടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി വറുക്കാത്ത പച്ച അരിപ്പൊടി അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യിപ്പിക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. നമുക്കിതിൽ വെറും 3 ഇൻഗ്രീഡിയൻസാണ് ഉള്ളത്. ഇതുപോലെ കണ്ടോ, കുഴമ്പ് രൂപത്തിലാവണം. ഇത് എന്താ പറയുക, ഒരുമാതിരി ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഈ മുട്ടയുടെ വെള്ളമൊക്കെ പോലെ അങ്ങനെ ഒരു വലിഞ്ഞ് വരലും അതുപോലെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ടുള്ള ഒരു പേസ്റ്റാണിത്. അപ്പോൾ അതൊന്ന് നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനവിടെ ടി വി കൊണ്ടിരിക്കുകയാണ്, അത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഒരു ചെറിയ മസാജ് കൊടുത്തുകൊണ്ട് തന്നെ ഫേസിലേക്ക് നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ചൊരു ഒട്ടിപ്പിടിക്കുന്ന ഒരു ടൈപ്പായത് കാരണം നമുക്ക് ഭയങ്കര കുറച്ച് തിക്കായിട്ട് തന്നെ ഫേസിലും നെക്കിലും എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാക്ക് നമുക്ക് കയ്യിലും കാലിലും നമ്മുടെ ബോഡിയിലും മൊത്തമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിയ സീഡ്സിൻ്റെ ഫേസ് പാക്ക് മെയിനായിട്ട് നമ്മൾ ഈ ആൻറ്റി ഏജിങ്, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രായം തോന്നിക്കുന്ന പോലെയും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഒരുമാതിരി ചുളിവുകളും വരകളൊക്കെ വരില്ലേ, അതൊക്കെ റിഡക്ഷൻ ചെയ്യാൻ, അതായത് അതൊക്കെ ഒന്ന് കമ്മിയാക്കാൻ ഈ ചിയ സീഡ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞ് നമുക്ക് ഒരു ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ഇതുപോലത്തെ ചിയ സീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. എൻ്റെ പാക്ക് ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കൈ ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് ഒന്ന് ഒപ്പി കൊടുത്തിട്ട് ചെറിയൊരു മസാജ് പോലെ അതിങ്ങനെ പേർത്തി എടുക്കണം. പേർത്തി മീൻസ് ഇങ്ങനെ അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് എടുക്കണം കേട്ടോ. ഒരുമാതിരി ദശാവതാര സിനിമയിൽ കമലഹാസൻ്റെ മറ്റേ മാസ്ക് ഉണ്ടാവില്ലേ എന്ന പോലെ ഇതിങ്ങനെ പേർന്ന് വരും. നമ്മളും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങനെ പേർന്ന് വരും. അപ്പം തന്നെ നമുക്കൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റനിങ് അറിയാൻ പറ്റും. അത് ഞാൻ അത്രയും അടുത്ത് വന്ന് കാണിക്കുന്നത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദിസ് പാക്ക്, കാരണം എനിക്ക് ആ ഒരു ചേഞ്ച് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കണം, അത്ര അടിപൊളിയാണ് റിസൾട്ട്. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ, സീ യു ഓൾ.